സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കോൺഗ്രസിൽ നേതാക്കളുടെ പിടിവലി. സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കെ സുധാകരനെ KPCC താക്കീത് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് സുധാകരൻ അനുകൂലികളുടെ ഭീഷണി. സിറ്റിംഗ് MLA-മാരായ എൽദോസ് കുന്തംപള്ളിക്കും IC ബാലകൃഷ്ണനും സീറ്റുണ്ടാകില്ലെന്ന സൂചനകളും ശക്തം. എൽദോസ് ഡൽഹിയിലെത്തിയത് സമ്മർദ്ദ തന്ത്രമെന്ന് സൂചന. ഇതിനിടയിൽ 20 സിറ്റിംഗ് സീറ്റുകളടക്കം 60 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ഉടൻ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ചേരും. വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് സൈഫ് സൈനുലാബ്ദീൻ, ഡൽഹിയിൽ നിന്ന് റഷീദ് ബിൻ മുഹമ്മദ്, ഒപ്പം കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ എന്നിവർ വിശദാംശങ്ങൾ നൽകും. ആദ്യം സൈഫിലേക്ക്. സൈഫ്, കെ സുധാകരൻ ഇന്നലെ 110% താൻ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സ്വന്തം നിലയ്ക്കൊരു പ്രഖ്യാപനം നടത്തിയത് പാർട്ടി നേതൃത്വത്തെ വലിയ തോതിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. സുധാകരനാണ്, മുതിർന്ന നേതാവാണ്, KPCC മുൻ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കിയത്. ഇന്നിപ്പോൾ ഒരു പ്രസ്താവനയിലൂടെ സണ്ണി ജോസഫിന്റെ താക്കീത് വന്നത് എത്ര കണ്ട് സുധാകരനെയും അദ്ദേഹത്തിന്റെ അനുകൂലികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നതിനെ ഒരു വെറും ഭീഷണിയായി മാത്രം കണ്ടാൽ മതിയോ, അതോ അനുയായികൾ ഈ പറയുന്നത് പോലെ മാർച്ച് ചെയ്ത് കളയുമോ? മാർച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 മണിയോട് കൂടിയാണ് സൈഫുദ്ദീൻ മാർച്ച് ഉണ്ടാകുമെന്ന് അറിയിച്ചത്. പക്ഷേ അതിനുശേഷം അവർ സമയം മാറ്റി 5 മണിയോട് കൂടിയേ ഉണ്ടാകത്തുള്ളൂ. സുധാകരനുമായി ബന്ധപ്പെട്ട ആ വിഷയം അത് KPCC അധ്യക്ഷൻ പത്രക്കുറിപ്പ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷന്റെ കോലം കത്തിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് നടപടിയും മറ്റും നേരിടേണ്ടി വരും. അതുകൊണ്ട് അവർ എത്രത്തോളം വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. 3 മണി എന്നുള്ളത് 5 മണിയാക്കിയിട്ടുണ്ട്. വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പരസ്യമായ പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് കണ്ണൂർ സീറ്റിൽ മത്സരിക്കുമെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകർ ഉറപ്പാണോ മത്സരിക്കുന്ന കാര്യം എന്ന് ചോദിച്ചപ്പോൾ 110% മത്സരിക്കും എന്ന കാര്യം ഉറക്കെ പറയുന്നു. കണ്ണൂർ സീറ്റ് ആർക്കെങ്കിലും കൊടുക്കണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അത് ഉപേക്ഷ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗത്ത് വന്നു. ഇത് നേതൃത്വത്തെ ആകെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷന്റെ പത്രക്കുറിപ്പ് പോലും ഒരു ഭീഷണിയുടെ സ്വരമോ മറ്റുമല്ല, അതിനകത്തൊരു താക്കീതിന്റെ സ്വരം അതിനകത്ത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ താക്കീത് കെ സുധാകരനുള്ള താക്കീതാണ്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി ആരും രംഗത്ത് വരേണ്ടതില്ല. കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ അതിനാവശ്യമായ സംവിധാനങ്ങളുണ്ട്. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കി നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള നിലപാടാണ് ഒരു മുന്നറിയിപ്പായിട്ട് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കണ്ണൂർ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. ഉപേക്ഷ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉപേക്ഷ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച ആ കാര്യങ്ങൾ പറയുന്ന രീതി വേണ്ട എന്ന നിലപാട് കൂടി KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു കടുപ്പപ്പെട്ട പ്രസ്താവനയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് നൽകിയപ്പോൾ അതിനൊരു കടുപ്പപ്പെട്ട സ്വരമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു കടുപ്പപ്പെട്ട സ്വരമുള്ള പ്രസ്താവനയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി ഇരിക്കുന്നു. അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുധാകര അനുകൂലികൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ 5 മണിയോട് കൂടി തന്നെ ആ മാർച്ച് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നതും. സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ 3 മണിക്കായിരുന്നു സുധാകരൻ അനുകൂലികൾ KPCC പ്രസിഡന്റിന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും എന്ന് അറിയിച്ചിരുന്നത്. അത് 5 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഭീഷണിയുടെ രൂപത്തിൽ ഉള്ളൊരു തന്ത്രമായിരിക്കാം. അതിനുള്ളിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വം ഒരു തീരുമാനമെടുക്കട്ടെ എന്നൊരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം കൂടിയായിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഡൽഹിയിലേക്ക് പോകുന്നു. റഷീദ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ട്. റഷീദ്, നേരത്തെ നമ്മൾ VD സതീഷിന്റെ അടക്കം റഷീദിലേക്ക് വരുന്നതിന് മുമ്പ് VD സതീഷിന്റെയും സണ്ണി ജോസഫിന്റെയും പ്രതികരണമുണ്ട്, അതൊന്ന് കണ്ടുവരാം. KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതും തീരുമാനിക്കേണ്ട. അത് പാർട്ടി നേതൃത്വം, കേരളത്തിലൊരു പാർട്ടി നേതൃത്വമുണ്ട്, UDF നേതൃത്വമുണ്ട്. അവർ നേതാക്കളുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടൊക്കെ ആലോചിച്ച്, ഘടകകക്ഷി നേതാക്കളുമായിട്ട് ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. സീറ്റ് വിഭജനം പാർട്ടിയുടെ താഴെ തട്ടിലല്ല നടത്തേണ്ടത്. അങ്ങനെ നേതാക്കന്മാർ അറിവോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ നേതാക്കന്മാർ ശാസിക്കപ്പെടും, ഒരു സംശയമില്ല. പാർട്ടി തീരുമാനിക്കാതെ എഴുതാൻ പറ്റുമോ? പാർട്ടി തീരുമാനിക്കാതെ ചിഹ്നം വരയ്ക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശം. അതിലൊന്നും വെള്ളം ചേർക്കാൻ ആരും ചെയ്യാൻ പാടില്ല. ഒക്കെ തെറ്റായ ഇതാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കുകയില്ല ആരായാലും. കൃത്യമായിട്ടുള്ള അതാണ്. ഒന്ന് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമൊക്കെ ഘടകകക്ഷികളുടെ സീറ്റ് സംബന്ധിച്ച് ചില വാർത്തകൾ വന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ സംബന്ധിച്ചും അതുകൊണ്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്, ഒരു നിർദ്ദേശം കൊടുത്തതാണ്. സീറ്റ് വിഭജന ചർച്ച UDFൻ്റെ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. അതിന് കാത്തു നിൽക്കാൻ എല്ലാവരും ക്ഷമ കാണിക്കണം. അതാണ് എൻ്റെ ആശയം. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ദാറ്റ് ഈസ് അത് വളരെ ക്ലിയറാണ്. സുധാകരൻ അനുകൂലികൾ പുറത്തിറക്കിയ ഒരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ട്. ആ വീഡിയോ കൂടി കാണാം.